രാവിലെ മുതൽ തുടങ്ങിയതാ ഈ ലാപ്ടോപ്പും കുത്തിപ്പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. മമ്മി മതിയാക്കും മമ്മി. ഡാഡിക്ക് ഓഫീസിൽ എന്തോരം വർക്ക് ഉള്ളതാണെന്നറിയോ? ഇങ്ങനെ ഫോൺ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഡാഡിക്ക് വർക്കൊക്കെ തീർക്കണ്ടായോ? മമ്മിക്ക് ഇപ്പൊ എന്താ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ചിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ദേ ഞാനില്ലേ, എന്നോട് സംസാരിക്കേ. അവനോട്ട് അവന്റെ ഭാര്യനെ സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കുന്നവരെ കാണുമ്പോഴാണെങ്കിലോ ചെക്കനെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എന്താ പറയല്ലേ? നല്ല ബെസ്റ്റ് അമ്മ. പിന്നെ പറയിച്ചായ അല്ല, ഞാനേ അയച്ചെന്ന ഗിഫ്റ്റ് അവിടെ എത്തിയോ? ഗിഫ്റ്റാ? അതില് 2 ഹാർട്ടിന്റെ സിമ്പിൾ ഇല്ലേ? അതില് ഫസ്റ്റത്തെ ഹാർട്ട് എന്റേത്, രണ്ടാമത്തെ ഹാർട്ട് ഇച്ചായിന്റേത്. ഇനി ഇവിടെ നിന്നും ശരിയാവത്തില്ല. തന്നെ അത്ര പെട്ടെന്നൊന്നും എന്നെ പേടിപ്പിക്കാൻ പറ്റത്തില്ല. അല്ല, ഈ ഡയലോഗ് എവിടെയോ. ഓ നോ കിം, നീ എങ്ങനെ കാര്യം മറന്നേ? നീ ആ ക്ലാരനോട് ചാലഞ്ച് വെച്ചതല്ലേ? വീട്ടിലെത്തിയ പാടെ അവളെ പേടിപ്പിക്കുന്നേ. ഷേ, എന്നിട്ടാണോ ഇത് മറന്ന് ഇവിടെ കുത്തിരിക്കുന്നേ? അവൾ എന്താ നിന്നെ പറ്റി വിചാരിച്ചിട്ടുണ്ടാവാ? ഓ അപ്പോ ഇതാണല്ലേ 2 ദിവസമായിട്ട് അവക്ക് എന്നെ കാണുമ്പോ ഒരു പുച്ഛം. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയേ. നിക്കടി നിക്ക്, വരാം. ഈ കിം ആരാന്നേ ഞാൻ കാണിച്ചു തരാം കേട്ടാ. നീ എന്താ പറഞ്ഞേ? അത്ര പെട്ടെന്ന് ഈ ക്ലാരനൊന്നും ആർക്ക് പേടിപ്പിക്കാൻ പറ്റത്തില്ലെന്നല്ലേ? കാണിച്ചു തരാട്ടോ. ഇന്ന് ഞാൻ പേടിപ്പിക്കല്ലേ. ഈ അലറി അടിച്ച് എങ്ങനെ ഓടുന്നു നോക്കിക്കോ. ഹലോ മാഡം, ഗുഡ് ആഫ്റ്റർനൂൺ. ആള് മാറിയതോ? അയ്യോ മാഡം, നിങ്ങള് ജിമിൻ സാറിന്റെ വൈഫല്ലേ? ഇതെന്ത് ചോദ്യം മാം? നിങ്ങൾ അറിയാണ്ടിരിക്കോ? ദ ഗ്രേറ്റ് മഹേഷ് ഓബ്രോയിന്റെ മരുമകളല്ലേ? നിങ്ങളെന്നല്ല, വീട്ടിലുള്ള എല്ലാവരെയും സാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അയ്യോ, ഹെൽപ്പ് ഒന്നും മെന്റേഷൻ ചെയ്യണ്ട മാം. മാമിനെ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. ഉണ്ട് മാം, ജിമിൻ സാർ അവിടെ തന്നെ ഉണ്ട്. ജിമിൻ സാർ ഇന്നാണ് ഫസ്റ്റ് ഡേ ഇങ്ങോട്ട് ജോയിൻ ചെയ്തേ. അപ്പോ സാറിന്റെ ക്യാബിന് എവിടെയാണെന്ന് അറിയത്തില്ല. അത് മാത്രം ഒന്ന് എവിടെയാന്ന് പറഞ്ഞു തരാവോ? അയ്യോ, അതിനെന്തിനാ മാം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നേ? ദേ നേരെ പോയി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാ മതി. ഫസ്റ്റ് കാണുന്ന ക്യാബിനാണ് സാറിന്റേത്. ഫസ്റ്റ് ഡേ ആയോണ്ടേ എനിക്ക് അറിയത്തില്ല, അതാട്ടോ. അയ്യോ, ഇതിനൊക്കെ എന്തിനാ മാം താങ്ക്സ്? അല്ല, മാമിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയി സാറിനോട് ഇൻഫോം ചെയ്യണോ? വേണ്ട വേണ്ട, ഞാൻ തന്നെ പോയി കണ്ടോളാം. ഓക്കെ മാം. അല്ല, നിങ്ങളെ ജിമിൻ സാറ് ബിസി ഒന്നുമല്ലല്ലോ, ഫ്രീ അല്ലേ? യാ മാം, ഇത് ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ സാറ് ഫ്രീ ആണ്. അപ്പൊ ഓക്കെ, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാട്ടോ. ഓക്കെ മാം. മീറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജിം? ആ ഡാഡ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാം ഈസി ആയിരുന്നു. അതെനിക്ക് ആദ്യം അറിയാലോ, എല്ലാം നിനക്ക് ഈസി ആയിരിക്കുന്നേ. അതുകൊണ്ടല്ലേ ഈ ഒരു ഫീൽഡിലേക്ക് നിന്നെ വരാൻ ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നേ. അല്ല, ഇന്നത്തെ ക്ലൈന്റ് എന്താ പറഞ്ഞേ? അവര് സാറ്റിസ്ഫൈഡ് അല്ലേ? യാ ഡാഡ്, അവർക്ക് ആ പ്ലേസ് നല്ല ഇഷ്ടമായി പോലും. നാളെ ഫാമിലി ആയിട്ട് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞേ. വെൽ ഡൺ. അല്ല ഡാഡ്, അതൊക്കെ പോട്ടെ, ജെയ്സന് ഡാഡി ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ലല്ലോ, ഞാനും അവനായിട്ട് എന്ത് പ്രോബ്ലം? എന്തേ, അവനെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, 2-3 ദിവസമായി ഞാൻ അവനെ ശ്രദ്ധിക്കുന്നേ. അവന്റെ മുഖത്ത് എന്തോ ഒരു സങ്കടമുള്ള പോലെ, ആളാകെ ആക്റ്റീവ് അല്ലാത്ത പോലെ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചാടി കയറി അവനല്ലേ നോക്കല്. ഇന്ന് ഞാനാ ഒറ്റയ്ക്ക് മീറ്റിംഗിൽ സംസാരിച്ചേ. അവനൊരു വാക്ക് പോലും മിണ്ടില്ലെന്നേ. മിണ്ടാതെ ക്ലയന്റ് പറഞ്ഞതിന് വെറും തല മാത്രം ആട്ടിയിട്ടേ ഉള്ളൂ. അതാ, ഇനിയിപ്പോ ഡാഡിനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയത്തില്ലല്ലോ, അതാ ചോദിച്ചേ. ഇല്ലല്ലോടാ, എന്നോട് അവന് കുഴപ്പമില്ലാണ്ടാ സംസാരിച്ചേ. ഇനിയിപ്പോ നിന്റെ അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയത്തില്ലല്ലോ. അതിന് അമ്മ ഇവിടെ ഇല്ലല്ലോ. ലേഡീസ് ക്ലബിന്റെ ടൂറാന്ന് പറഞ്ഞ് ഒരാഴ്ചയിലേ പോയിട്ട് പിന്നെങ്ങനെ? അറിഞ്ഞൂടാ, ഇനിയിപ്പോ എന്തെങ്കിലും വർക്ക് പ്രഷർ ഉണ്ടോന്ന് അറിയത്തില്ല. എന്തായാലും അവൻ വീട്ടിലേക്ക് വരട്ടെ, ഞാനൊന്ന് പതിയെ സംസാരിച്ചു നോക്കാം. ഓക്കെ ഡാഡ്. പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. സത്യം എന്താണെന്നറിയാണ്ട്
ഓക്കെ ഡാഡ്. എന്നാ മെയിലിന്റെ അപ്ഡേറ്റ് എന്താ നോക്കിട്ട് ഞാൻ അറിയിക്കാം. ജിം, അല്ല, ഇവളെന്താ ഇവിടെ? ഇനിയിപ്പോ എന്റെ സ്വപ്നം വലുതായിരിക്കോ? പറയാൻ പറ്റത്തില്ല. ഏതു നേരവും അവളെയും സ്വപ്നം കണ്ടിരിക്കണോണ്ടേ സ്വപ്നത്തിലാണോ വരുന്നേ യാഥാർത്ഥ്യമായിട്ടാണോ വരുന്നേ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാ. എന്നാലും യാഥാർത്ഥ്യത്തിൽ വരുന്നതൊക്കെ നടക്കാത്ത കാര്യ. അപ്പൊ എന്തേലും ഇത് സ്വപ്നത്തിൽ തന്നെ ആയിരിക്കും. അല്ല, ഇവനെന്താ ഒന്നും റിയാക്ട് ചെയ്യാത്തെ? ഞാൻ വന്നത് അവന് ഇഷ്ടപ്പെട്ടില്ലേ? അല്ലേലും എല്ലാം എന്നെ കാരണം. ഞാനായിട്ടാ അവന്റെ മനസ്സിൽ എങ്ങനെ ഒരു വെറുപ്പുണ്ടാക്കിയെടുത്തേ? ഇതൊക്കെ എനിക്ക് ആവശ്യം. സ്വപ്നത്തിലും ഇവളെ ഈഗോയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. യാഥാർത്ഥ്യ ജീവിതത്തിലാ എന്നായിട്ട് 100 സെന്റിമീറ്റർ അകലം പാലിക്കുന്നേ. സ്വപ്നത്തിൽ പോലും ഇത് വേണോടേ. Come on, Lucy. നീയാ നിന്റെ ജിമ്മിനെ ഇപ്പൊ ഇങ്ങനെ മാറ്റിയേ. അപ്പൊ നീ തന്നെ വേണം അവനെ പഴയതുപോലെ മാറ്റാൻ. അല്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നോണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിന് പകരം നീ പഴയതുപോലെ നിന്റെ ജിമ്മിനെ സ്നേഹിക്കേ. അവൻ നിന്റെ ജിമ്മാ, നിന്റെ മാത്രം. എന്താ? ജിമ്മന്നെ. നീ ലൂസിയാന്ന് എനിക്ക് മനസ്സിലായി. അല്ല, എന്താ വന്നിട്ടൊന്നും മിണ്ടാത്തേ? ഓ, ഇനിയിപ്പോ ഡ്രീമില് മിണ്ടാൻ പാടില്ലെന്ന് വല്ല റൂൾസും ഉണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ എന്റെ പേര് വിളിക്കത്തില്ലായിരുന്നല്ലോ. ലൂസി, അപ്പോ ഇത് ഡ്രീം അല്ലേ? സോറിയോ? എന്തിനെ? അത് പിന്നെ ലൂസി, വേണ്ട. ആ ഫയലിനെ കുറിച്ച് എന്തായാലും ഇവൻ അറിയാതിരിക്കത്തില്ല. ഇവന്റെ ലാപ്ടോപ്പിലല്ലേ ഫയൽ കണ്ടേ? അപ്പൊ എന്തായാലും അവന് ഈ കാര്യത്തിനെ കുറിച്ച് അറിയാം. എന്നിട്ട് പോലും ഇവൻ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എന്നിട്ട് എന്തോരം ചുറ്റിച്ചതാ. ഇനി കുറച്ചു കാലേ ഞാനിട്ട് ചുറ്റിക്കട്ടെ. അതിന്റെ രസം എന്താന്ന് അവനൊന്ന് അറിയണല്ലോ. എന്താ ലൂസി, എന്തു പറ്റി? എന്തേലും പേടി സ്വപ്നം കണ്ടോ? പേടി സ്വപ്നം കണ്ടേനാണോ വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ വരെ വന്നേ? അല്ല, അത് പിന്നെ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ. അല്ല, ഇയാളല്ലേ പറഞ്ഞേ ഇയാളെ വെറുപ്പ് എങ്ങനെ കാണിക്കണം എന്നുള്ളത് ഇയാളെ ഇഷ്ടാണ്. അതേപോലെ എന്റെ വെറുപ്പ് എങ്ങനെ കാണിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടല്ലേ? ഇവളെന്താ ഞാൻ പറഞ്ഞ പോയിന്റ് എനിക്കിട്ട് തന്നെ താങ്ങുന്നേ? അപ്പോ നീ ഇപ്പൊ കാണിക്കണത് വെറുപ്പാണല്ലേ? അതെ, എനിക്ക് നിന്നോടുള്ള വെറുപ്പ് എങ്ങനെ കാണിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടാ. അതേപോലെ ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നതേ നിന്നോടുള്ള അഗാധമായ വെറുപ്പ്. യാ, ഓക്കെ. താൻ തന്റെ വെറുപ്പ് എങ്ങനെ വേണമെങ്കിലും കാണിക്കേ. ഇതേ കണക്കിന് എനിക്കിതില് ഒബ്ജക്ഷൻ ഒന്നുമില്ല. അല്ല, ഇതേ കണക്കിന് വെറുപ്പ് കാണിക്കാൻ വല്ല ടിപ്സും വേണമെങ്കിൽ ചോദിച്ചാൽ മതി. നല്ല നല്ല ടിപ്സ് എന്റെ കൈവശം ഉണ്ടെന്നേ. തൽക്കാലേ എനിക്കിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ പറയാൻ പാടില്ലേട്ടടി, എന്നാ ഗ്ലാമർ ഈ മുഖത്ത്. ഹോളിവുഡിന്റെ ഹീറോയിനുകൾ വരെ തോക്കും. എന്നാ ഗ്ലാമറാ. ഞാൻ മാത്രം ഞാനല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു പോയേനെ. എന്ത് ചൈതന്യമുള്ള മുഖമാ. So beautiful, so elegant, just looking like a wow. ഈനാ ബീച്ച് എത്തിയോ? അതേ മരിപ്പട്ടി. അപ്പോ താനൊരു ഈനാ ബീച്ചാണ് താൻ സമ്മതിച്ചു തന്നിരിക്കല്ലേ? അതെ. നീ മരപ്പട്ടി ആവുമ്പം ഞാൻ ഈനാമ്പേച്ചിയാണേല് ഒരു തെറ്റില്ലല്ലോ. ഞാൻ മരപ്പട്ടിയാ, അത് ഞാൻ എവിടെ വേണേലും സമ്മതിച്ചുതരാം. കാരണം മരപ്പട്ടിക്ക് ആരും പേടിയില്ല. പക്ഷെ ഈനാ ബീച്ച് അങ്ങനെയല്ലോ. മനുഷ്യന്മാരെ കണ്ടാൽ തന്നെ കണ്ട വഴിക്ക് ഓടുന്നേ. അല്ല ഈനാ ബീച്ച്? അല്ല, ഈനാ ബീച്ചിക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഇന്ന് ഈനാമ്പേച്ചി മരപ്പട്ടിനെ കണ്ട് പേടിച്ചോടുന്നു, അതോ മരപ്പട്ടി ഈനാമ്പേച്ചിനെ കണ്ട് പേടിച്ചോടുന്നോന്നേ ഇന്ന് കാണാവേ. എന്നാ പിന്നെ ഒന്ന് കണ്ടേക്കല്ലേ? നിനക്ക് പേടിയൊന്നുമില്ലല്ലേ? ഇങ്ങനെ ഇരുന്നോണ്ടിരുന്നല്ലോ. എങ്ങനെ എണീക്കേ? എണീക്കുന്നേ. എന്തേ ക്ലാര, ഇപ്പൊ തന്നെ അങ്ങനെ പേടിച്ചല്ലെങ്ങനെ? എന്നാ നീ ആന്റിനക്ക് പിന്നെ പോയി കാണാം. നീ ആദ്യം എങ്ങോട്ടേക്കൊന്ന് നോക്കിയേ. ഓ, അപ്പൊ നിനക്ക് പേടി അല്ലേ?
എനിക്കെന്താ പേടി? ഞാൻ പറഞ്ഞല്ലോ, ക്ലാരയ്ക്ക് ആ എന്നാല് പേടില്ലാത്ത ക്ലാര ഇങ്ങോട്ടേക്കൊന്ന് നോക്കിയേ. നോക്കുന്നേ. നോക്കി, പറ. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ക്ലാര അങ്ങനെ ഇങ്ങനെയൊന്നും പേടിക്കത്തില്ലെന്ന്. നോക്ക്, ഈ ഗെയിമില് നീ തോറ്റു, ഞാൻ ജയിച്ചു. നോക്ക്, ഞാന് ആന്റി വിളിക്കുന്നുണ്ട്. പോയിട്ട് വരേ. അത്ര പെട്ടെന്ന് ചാലഞ്ച് അവസാനിച്ചിട്ടില്ലല്ലോ. നിന്നെ പേടിപ്പിക്കാണ്ട് വിടത്തില്ലെന്നല്ലേ ഞാൻ പറഞ്ഞേ. അപ്പൊ പിന്നെ നീ പേടിച്ചില്ലെന്ന് പറഞ്ഞു പോയാലെങ്ങനെ? ഞാൻ പേടിപ്പിക്കട്ടെ? ഇല്ല, ഇല്ല, നീ പേടിപ്പിക്കാൻ നോക്കി, ഞാൻ പേടിച്ചില്ല. സോ ചാലഞ്ച് അവസാനിച്ചു, നീ തോറ്റു, ഞാൻ ജയിച്ചു. അത്രേ ഉള്ളൂ. എന്നാ ഞാനേ റുക്കോ ക്ലാര, ഇങ്ങനെ ധൃതി പിടിക്കില്ലേ. അത് പിന്നെ നീ പേടിച്ചില്ലല്ലോ അല്ലേ? ഹേയ്, ഇല്ല, ഇല്ല, ക്ലാര അങ്ങനൊന്നും പേടിക്കത്തില്ല. എന്നാലേ പേടിക്കാത്ത ക്ലാര കണ്ണൊന്ന് പൂട്ടിയേ. കണ്ണു പൂട്ടാനോ? എന്തിനെന്തിന്? അതൊന്നും പറ്റത്തില്ല. പൂട്ട് ക്ലാര. പൂട്ടുന്നോ അതോ? ഇപ്പെന്താ, കണ്ണു പൂട്ടണം, അത്രയല്ലേ ഉള്ളൂ? പൂട്ടാം, പോരെ? അത് ഇനി ഞാൻ പറയുമ്പോഴേ കണ്ണു തുറക്കാൻ പാടൂ, മനസ്സിലായോ? ഓക്കേ, ഓക്കേ. ചേട്ടായിയുടെ ചക്കരേ. ഇതെന്താ വിളി? ഇനി ചേട്ടന്റെ മുത്ത് ആ കണ്ണൊന്ന് തുറന്നേ.